अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ 10-ാം ദിവസത്തെ യുദ്ധത്തെ പറ്റിയാണ്. ഭീഷ്മരുടെ ചില ആയുധ പ്രയോഗങ്ങൾ മൂലം പാണ്ഡവരെ വളരെയേറെ ബുദ്ധിമുട്ടിയത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. അതിനെ എതിരിടാൻ ആ പാണ്ഡവർക്ക് സാധിക്കാതെ വന്ന സന്ദർഭത്തിലാണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാൽ ഭീഷ്മർ ആയുധം പ്രയോഗിക്കുകയില്ല എന്നുള്ള ഉറപ്പിന്മേൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ യുദ്ധം തുടർന്നത്. ദ്രുപദ രാജാവിനെ ജനിച്ച മകളായിരുന്നു ശിഖണ്ഡിനി. അവളൊരു യക്ഷനുമായിട്ട് അടുക്കുകയും ഒരിക്കൽ പരസ്പര ലിംഗ കൈമാറ്റം നടത്തപ്പെടുകയും ഉണ്ടായി. ആ യക്ഷനെ കുബേരൻ ശപിച്ചതിനാൽ തിരിച്ച് മുൻപെന്ന പോലെ ലിംഗമാറ്റം നടത്താൻ സാധിച്ചില്ല. അങ്ങനെയാണ് ശിഖണ്ഡിനി എന്ന പെൺകുട്ടി ശിഖണ്ഡിയായി മാറിയത്. എഴുത്തച്ഛൻ ആ വിവരം ഇവിടെ സൂചിപ്പിച്ചില്ലെങ്കിലും സന്ദർഭവശാൽ അത് പറഞ്ഞതാണ്. അതുപോലെ ദ്രുപദന് ആഭിചാര കർമ്മത്തിലൂടെ ജനിച്ച മകനാണ് ദൃഷ്ടദ്യുമ്നൻ. ദ്രോണരും ദ്രുപദനും തമ്മിലുള്ള വൈര്യം നമുക്ക് അറിവുള്ളതാണ്. ദ്രോണരുടെ നിർദ്ദേശപ്രകാരം അർജുനനും സഹോദരങ്ങളും ദ്രുപദനെ തോൽപ്പിച്ച് ദ്രോണരുടെ കാൽ കീഴിൽ കൊണ്ടിട്ടത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ദ്രോണർ ദ്രുപദനെ പരിഹസിച്ച ശേഷം പാതി രാജ്യം ദ്രുപദന് കൊടുത്തു. ദക്ഷിണ പാഞ്ചാലം ദ്രോണര് ഭരിച്ചു. ദ്രുപദൻ ദ്രോണരോടെ മാപ്പിരുന്ന് വൈര്യമൊക്കെ അവസാനിപ്പിച്ചെങ്കിലും മനസ്സിൽ നിന്ന് ആ നീറ്റല്, ആ വിഷമാവസ്ഥ മാറാത്തത് കൊണ്ട് ദ്രോണരെ വധിക്കത്തക്ക ഒരു പുത്രൻ ജനിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ അന്വേഷിച്ച് നടന്നാണ് അഗ്നി ഉപാസകനായ ഉപയാജൻ എന്ന മുനിയെ കണ്ടെത്തിയത്. ദ്രുപദൻ ഉപയാജനോട് ദ്രോണരെ പരാജയപ്പെടുത്താനുള്ള പുത്രന് വേണ്ടി അപേക്ഷിച്ചെങ്കിലും നിരസിക്കപ്പെട്ടു. എന്നാൽ കുറെ കാലം മുനിക്ക് ശുശ്രൂഷ നടത്തി ഉപയാജന്റെ പ്രീതി പിടിച്ചുപറ്റി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉപയാജൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യം നടത്തിത്തരാൻ സാധിക്കുകയില്ല. എൻ്റെ ജ്യേഷ്ഠനായ യാജന് ഈ കാര്യം നടത്തിത്തരാൻ സാധിക്കും. അതുകൊണ്ട് യാജനെ കാണുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ യാജനും ഉപയാജനും കൂടി
18 മാസം നീണ്ടു നിന്ന ഒരു യാഗം നടത്തി. അങ്ങനെ നടത്തപ്പെട്ട ആഭിചാര കർമ്മത്തിലെ യാഗാഗ്നിയിൽ നിന്ന് ആയുധവുമായിട്ട് ദൃഷ്ടദ്യുമ്നൻ പുറത്തു വരികയും ഇവൻ ദ്രോണരെ വധിക്കും എന്ന അശരീതി ഉണ്ടാവുകയും ചെയ്തു. ദൃഷ്ടദ്യുമ്നൊപ്പം കൃഷ്ണ എന്ന ശ്രീരത്നവും പുറത്തു വന്നു. അർജുനെ ദ്രുപദന് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അർജുനന് നൽകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് കൃഷ്ണ എന്ന ശ്രീരത്നം. ദൃഷ്ടദ്യുമ്നൻ സൃഷ്ടിക്കപ്പെട്ടത് ദ്രോണവധത്തിന് മാത്രമായിട്ടാണ്. ആ സങ്കല്പത്തിലാണ് യാഗ കാര്യങ്ങൾ നടന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിലെ പ്രധാനപ്പെട്ട 2 യോദ്ധാക്കളാണ് സർവ സൈന്യാധിപനായ ഭീഷ്മരും ഏവരെയും ആയുധവിദ്യ പഠിപ്പിച്ച ദ്രോണരും. ആ പ്രാധാന്യം കൊണ്ടാണ് അവരുടെ വധത്തിന് നിയുക്തരായ 2 പേരെ ഇവിടെ പരിചയപ്പെടുത്തിയത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ എതിരിടുകയാണ്. ശിഖണ്ഡി പ്രകോപനപരമായി സംസാരിച്ചെങ്കിലും ഭീഷ്മർ അതിനൊന്നും ചെവി കൊടുക്കാതെ ആ മനസ്സുകൊണ്ട് കൃഷ്ണനെ സ്തുതിക്കുകയും ശരീരം കൊണ്ട് അർജുനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പാണ്ഡവപക്ഷം മുന്നേറുന്നത് കണ്ടപ്പോഴേ ദുര്യോധനൻ ഭീഷ്മരെ സമീപിച്ച് പറഞ്ഞു, അങ്ങയുടെ ഉപേക്ഷ മൂലമാണ് പാണ്ഡവരെ മുന്നേറുന്നത്. അങ്ങ് വേണ്ട പോലെ മനസ്സ് വയ്ക്കുന്നില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു. ദുര്യോധനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു, 10,000 പാണ്ഡവ സേനാനികളെ ഇന്ന് ഞാൻ വധിക്കും. അതിനുശേഷം പാണ്ഡവന്മാരെയും തീർക്കും. ഇന്നേക്ക് ശേഷം ഞാനും പാണ്ഡവരും കൂടി ജീവിക്കുകയില്ല എന്ന് നിനക്ക് ഉറപ്പ് തരുന്നു. അതിനുശേഷം ധാരാളം നാശനഷ്ടങ്ങൾ പാണ്ഡവപ്പടയ്ക്ക് ഭീഷ്മർ വരുത്തുന്നുണ്ട്. ഭീഷ്മരെ സഹായിക്കാൻ ദുശാസനും എത്തുന്നുണ്ട്. അങ്ങനെ യുദ്ധം നീണ്ടെങ്കിലും ആർക്കും ജയാപരാജയങ്ങൾ ഉണ്ടാകാതെ വന്നപ്പോൾ ദ്രോണർ അശ്വത്ഥാമാവിനെ വിളിച്ച് ചില ദുർനിമിത്തങ്ങൾ കാണുന്നതേപ്പറ്റി വിശദീകരിച്ചു. ഭീഷ്മര് ശിഖണ്ഡിക്ക് നേരെ ആയുധ പ്രയോഗം നടത്തുകയില്ലെന്നും നീ ഇത് ശ്രദ്ധിച്ചാൽ ഞാൻ ധർമ്മപുത്രരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാം എന്ന് ദ്രോണർ മകനെ ചട്ടം കെട്ടി. ഭീഷ്മർ ഒരു ദിവ്യാസ്ത്രം എടുത്ത് അഭിമന്ത്രിച്ച് പാർത്ഥന് നേരെ പ്രയോഗിച്ചപ്പോൾ പാർത്ഥൻ ശിഖണ്ഡിയെ മുന്നിലേക്ക് നീക്കി നിർത്തി. അപ്പോൾ ഭീഷ്മർ ആ അസ്ത്രം പിൻവലിക്കുന്ന അവസ്ഥ ഉണ്ടായി. സഹായിക്കാൻ വന്ന ഭീഷ്മർ ദുശാസനോട് പറഞ്ഞു, ഭീഷ്മരെ സഹായിക്കാനാണ് ദുശാസനൻ എത്തിയത്. അങ്ങനെയുള്ള ദുശാസനോട് ഭീഷ്മർ പറയുകയാണ്, എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ശിഖണ്ഡിയാണ്. എനിക്കതുകൊണ്ട് അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ എൻ്റെ നേരെ വരുന്നത് അർജുനൻ്റെ അസ്ത്രങ്ങളാണ്. മറ്റാർക്കും ഇത്ര ശക്തമായ അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ കഴിയുകയില്ല എന്ന് ഭീഷ്മർ ദുശാസനോട് പറഞ്ഞു. അതിനിടയ്ക്ക് ധർമ്മപുത്രനാകുന്ന രാജശ്രേഷ്ഠനെ നാട് നൽകുന്നതാണ് ഏറ്റവും ഹിതകരമായിട്ട് ഉള്ളത് എന്ന സത്യം കൂടി ഭീഷ്മർ ദുശാസനോട് പറയുകയാണ്. അതാണ് നിങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളത്, ശ്രേഷ്ഠകരമായിട്ടുള്ളത്. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ വളരെ ശക്തമായപ്പോൾ രണ്ടിലൊന്ന് തീരുമാനിക്കാം എന്ന ധാരണയിൽ ഭീഷ്മർ വാളും വജയും എടുത്ത് തേരിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അപ്പോൾ തന്നെ അർജുനന്റെ ശരങ്ങൾ ആ വാളും പരിചയും മുറിച്ചിട്ടു. ആ ദുര്യോധനോട് ഏറ്റ 10,000 യോദ്ധാക്കളെ വധിച്ചു കഴിഞ്ഞതായി ഭീഷ്മർ മനസ്സിലാക്കി. യുദ്ധത്തിൽ പിന്തിരിയുന്നതിനെ പറ്റി ആലോചിച്ചു നിന്ന ഭീഷ്മർക്ക് നേരെ അർജുനന്റെ മൂർച്ചയേറിയ ആയുധങ്ങൾ പ്രയോഗിക്കപ്പെട്ടു. ശരീരത്തിൽ എല്ലാ സ്ഥലത്തും മുറിവുണ്ടാക്കിയ ശരങ്ങൾ ഭീഷ്മർക്ക് തളർച്ച ഉണ്ടാക്കുകയും കിഴക്കോട്ട് ശിരസ് വരത്തക്ക വിധത്തിൽ യുദ്ധഭൂമിയിൽ വീഴുകയും ചെയ്തു.
ആ ശരീരത്തിലെ ശരമില്ലാത്ത ഒരു സ്ഥലവും അവശേഷിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് ഭീഷ്മർ വീണപ്പോൾ ശരീരം നിലത്ത് മുട്ടാതെ ശരങ്ങൾ മാത്രം നിലത്ത് മുട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ വീണ് കിടക്കുന്ന ഭീഷ്മരോട് ഇത് ദക്ഷിണായന കാലമാണെന്നും ആ ശരീരം ഉപേക്ഷിക്കുന്നതിന് ഉത്തരായണ കാലമാണ് ശ്രേഷ്ഠമെന്നും പറഞ്ഞതനുസരിച്ച് ഭീഷ്മർ ഉത്തരായണം വരുന്നതിന് വേണ്ടി കാത്തു. ഉത്തരായണ കാലം കാത്തുകിടന്ന ആ ഭീഷ്മരെ തേടി ഗംഗാദേവിയാൽ അയക്കപ്പെട്ട ആ മുനിമാർ എത്തുകയുണ്ടായി. അവരെ ഭീഷ്മർ യാത്രയാക്കി കഴിഞ്ഞതിന് ശേഷം പാണ്ഡവരും കൗരവരും ഭീഷ്മ പിതാമഹന്റെ ചുറ്റും കൂടി. ആ സമയത്ത് ആ ശരീരത്തേക്കാൾ അല്പം താണാണ് തലയിരിക്കുന്നതെന്നും അല്പം ഉയർത്തി വയ്ക്കാൻ സംവിധാനം വേണമെന്നും ഭീഷ്മർ ദുര്യോധനോട് പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ ആ മൃദുവായ തലയിണകൾ എത്തിച്ചു നൽകി. ഭീഷ്മരെ അതെല്ലാം നിരസിക്കുകയും ആവശ്യം അർജുനനോട് പറയുകയും ചെയ്തു. അപ്പോൾ അർജുനൻ ഗാന്ധീപത്തിൽ നിന്ന് 3 ശരങ്ങളെടുത്ത് ശിരസിനെ താങ്ങി നിർത്തത്തക്ക വിധത്തിൽ പ്രയോഗിച്ചു. അപ്പോൾ ഭീഷ്മർ അർജുനെ പ്രശംസിക്കുകയും ചെയ്തു. ആ ദുര്യോധനൻ ചികിത്സകന്മാരെയൊക്കെ വരുത്തിയെങ്കിലും ഭീഷ്മർ ചികിത്സയൊന്നും സ്വീകരിച്ചില്ല. അവർക്ക് പ്രതിഫലം നൽകി അയക്കാൻ ഭീഷ്മരെ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. എനിക്കിനി ചികിത്സയുടെ ആവശ്യമില്ല, ഞാൻ ഉത്തരായണം കാത്തു കിടക്കുകയാണ് എന്ന് ഭീഷ്മർ അവരെ അറിയിച്ചു. അങ്ങനെ അവരെ പ്രതിഫലം നൽകി ദുര്യോധനൻ മടക്കി. പിറ്റേ ദിവസവും ഏവരും ഭീഷ്മർക്ക് ചുറ്റും നിരന്നു. ആ സമയത്ത് ഭീഷ്മർ ദുര്യോധനോട് കുടിക്കുവാൻ കുറച്ച് ജലം ആവശ്യപ്പെട്ടെങ്കിലും വിശിഷ്ട പാനീയങ്ങളും ഭോജ്യങ്ങളുമാണ് ദുര്യോധനൻ എത്തിച്ചത്. ഭീഷ്മർ അതൊക്കെ നിരസിച്ച് അർജുനനോട് ആവശ്യം പറയുകയും അർജുനൻ ഗാന്ധീവം എടുത്ത് ജ്വലിക്കുന്ന ഒരമ്പ് പർജന്യാസ്ത്രത്തോടുകൂടി ഭീഷ്മരുടെ വലതുവശത്തെ ഭൂമിയെ ലക്ഷ്യമാക്കി അയക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അമൃത സമാനമായ ജലധാര ഉയർന്നു വന്നു. അതേപ്പറ്റി നമുക്ക് വിശദമായി നാളെ മനസ്സിലാക്കാം. ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളും. ഓം നാരായണായ നമഃ. ഓം വിഷ്ണവേ നമഃ.